കേരളം ജയിക്കും, UDF നയിക്കും. ആം ആദ്മി പാർട്ടിയുടെ പോസ്റ്റർ ബോയ്, സോഷ്യൽ മീഡിയയിലെ താരം, രാജ്യസഭയിലെ യുവശബ്ദം, വിശേഷങ്ങൾ ഏറെയുള്ള രാഘവ് ചദ്ദ ഇന്ന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തനായിരുന്ന, പാർട്ടിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ അപ്രഖ്യാപിത വിലക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക കാലം മുതൽ കെജ്രിവാളിനൊപ്പം നിന്ന നേതാവാണ് രാഘവ് ചദ്ദ. രാഷ്ട്രീയത്തോടൊപ്പം സോഷ്യൽ മീഡിയയും തന്റെ ഇമേജ് ബിൽഡിങ്ങിനായി കൃത്യമായി ഉപയോഗിച്ച രാഘവ് ചദ്ദ യുവാക്കൾക്കിടയിലും പാർട്ടിക്കുള്ളിലും വലിയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു, പാർട്ടി അദ്ദേഹത്തെ കൈവിട്ടിരിക്കുന്നു എന്ന സൂചനകളാണ് ഓരോ സമയങ്ങളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭയിൽ സംസാരിക്കാൻ പാർട്ടിക്ക് അനുവദിക്കുന്ന സമയം രാഘവ് ചദ്ദ പാർട്ടിക്ക് വേണ്ടിയല്ല, രാഷ്ട്രീയ വിഷയങ്ങൾക്ക് വേണ്ടിയുമല്ല, മറിച്ച് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പ്രധാന വിമർശനം. പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളെക്കാൾ സ്വന്തം പ്രശസ്തിക്കാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത് എന്നാണ് മുതിർന്ന നേതാക്കൾ ആരോപിക്കുന്നത്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയും ചദ്ദ ഭയപ്പെടുന്നു എന്നും വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. AAP നേതാവ് ആതിഷി രാഘവ് ചദ്ദയ്ക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. ഒരു രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യവും ഭരണഘടനയും ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവം. പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിലെ വോട്ട് മോഷണം അടക്കമുള്ള പ്രധാന വിഷയങ്ങൾ ഉണ്ടായിരിക്കെ അതിനെതിരെയൊന്നും രാജ്യസഭയിൽ ശബ്ദമുയർത്തുകയോ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയങ്ങളിൽ രാഘവ് ചദ്ദ പിന്നോട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് ആതിഷി വിമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയും ചദ്ദ ഭയപ്പെടുന്നു എന്നാണ് ആതിഷിയുടെ പക്ഷം. പ്രതിപക്ഷം ഒന്നടങ്കം സഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തിയപ്പോൾ അതിൽ പങ്കുചേരാൻ ചദ്ദ വിസമ്മതിച്ചിരുന്നു. സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ പാർട്ടി ആവശ്യപ്പെടുമ്പോൾ പോലും അദ്ദേഹം അത് നിരസിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് മോദി ട്രംപിന്റെ ഒരു കളിപ്പാവയായി മാറിയിരിക്കുന്നു. അതിനെതിരെ സംസാരിക്കാൻ പറയുമ്പോഴും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന വിഷയങ്ങളിൽ പോലും രാജ്യത്തെയോ രാജ്യത്തെ ഭരണകൂടത്തെയോ വിമർശിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് എന്നും മോദിക്കെതിരെ സംസാരിക്കാൻ മൗനം പാലിക്കുന്നു എന്നും ആതിഷി ആരോപിക്കുന്നു. എന്നാൽ തനിക്കെതിരെയുള്ള നീക്കങ്ങളിൽ അമ്പരപ്പും പ്രതിഷേധവും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചദ്ദ. താൻ ചെയ്ത തെറ്റ് എന്താണ്? പാർലമെന്റിൽ ലഭിക്കുന്ന സമയമെല്ലാം താൻ ജനകീയ വിഷയങ്ങളാണ് ഉയർത്താറുള്ളത്. മറ്റാരും ഉന്നയിക്കാത്ത വിഷയങ്ങൾ സഭയിൽ എത്തിക്കുന്നത് കുറ്റമാണോ? ഞാൻ ആരോടും തോറ്റുപോയിട്ടില്ല, ഇപ്പോൾ നിശബ്ദനായിരിക്കുന്നു എന്ന് മാത്രം. കൂടാതെ തനിക്കെതിരെ പാർട്ടി ഔദ്യോഗികമായി നീക്കം തുടങ്ങിയതോടെ രാഘവ് ചദ്ദയും മൗനം വെടിഞ്ഞിരിക്കുകയാണ്. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പശ്ചാത്തലത്തിൽ പരാജയപ്പെട്ടിട്ടില്ല, നിശബ്ദനായി എന്ന തലക്കെട്ടോടെ അദ്ദേഹം പങ്കുവച്ച വീഡിയോയും ഇന്ന് പാർട്ടി നേതൃത്വത്തിന് നേരെ ഉയർത്തുന്ന പരസ്യമായ വെല്ലുവിളിയാണ്. രാഘവ് ചദ്ദയെ പാർലമെന്റിൽ സംസാരിക്കുന്നത് തടയണമെന്ന ആവശ്യം പോലും AAP നേതൃത്വം രാജ്യസഭാ സെക്രട്ടറിയോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിക്കായി അനുവദിച്ച സമയത്തിൽ, അതായത് പാർട്ടിക്കായി അനുവദിക്കുന്ന തുച്ഛമായ സമയങ്ങളിൽ ഇത്തരം ജനകീയ വിഷയങ്ങൾ സംസാരിക്കുന്നതോടുകൂടെ രാഷ്ട്രീയ വിഷയങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം മുതിരുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തനായിരുന്ന ഒരാൾ എങ്ങനെ പാർട്ടിയുടെ ശത്രുവായി മാറി എന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഇന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. BJPയോടുള്ള മൃദു സമീപനമാണ് ഒരുപക്ഷെ ഇത്തരം നടപടിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. UDF വരികയല്ലേ, നിയമപരീക്ഷ 3000 ഉയർത്തും. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി 6000 രൂപ. ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും.